നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടന്ന 2016-ലും 2021-ലും യു.ഡി.എഫിനെ ഏറ്റവും കൂടുതൽ കണ്ണീര് കുടിപ്പിച്ച ജില്ലകളിലൊന്നാണ് ആലപ്പുഴ. യു.ഡി.എഫിനെ നയിക്കുന്ന കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളിലൊരാളും ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ ആഭ്യന്തരമന്ത്രിയായിരുന്നിട്ടുള്ള വ്യക്തിയുമായ രമേശ് ചെന്നിത്തലയുടെ മണ്ഡലമായ ഹരിപ്പാട് സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴ ജില്ലയിൽ ആണെങ്കിലും അതിൻ്റെ യാതൊരുവിധ സ്വാധീനവും കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ ഈ ജില്ല യു.ഡി.എഫിനോട് കാണിച്ചിട്ടില്ല. 2016 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴ ജില്ലയിലെ 9 നിയമസഭാ സീറ്റുകളിൽ 8 സീറ്റ് നേടിയത് എൽ.ഡി.എഫ് ആയിരുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ്, അതായത് 2021-ലെ തെരഞ്ഞെടുപ്പിന് മുൻപ് ഇടതുപക്ഷം 2016-ലെ തെരഞ്ഞെടുപ്പ് ഫലം ആവർത്തിക്കുമെന്ന് ഉറപ്പിച്ചു പറഞ്ഞിരുന്നു. എന്തായാലും ആ ഒരു പ്രവചനം തെറ്റിയില്ല. കഴിഞ്ഞ തവണയും 8-ൽ 9 സീറ്റുകളും എൽ.ഡി.എഫ് നേടി. ഈ 2 തവണയും എൽ.ഡി.എഫിൻ്റെ പിടിയിൽപ്പെടാതെ മാറി നിന്ന മണ്ഡലം രമേശ് ചെന്നിത്തലയുടെ ഹരിപ്പാട് മണ്ഡലമായിരുന്നു. മാത്രമല്ല, കഴിഞ്ഞ തവണത്തെ തെരഞ്ഞെടുപ്പിന് ഒട്ടനവധി പ്രത്യേകതകളുണ്ടായിരുന്നു. 3 മന്ത്രിമാർ മത്സരിക്കാതെ മാറി നിന്ന തെരഞ്ഞെടുപ്പായിരുന്നു 2021-ലേത്. എന്നിട്ടും ഈ മന്ത്രിമാരുടെ സീറ്റുകൾ ഉൾപ്പെടെ ഇടതുപക്ഷം വിജയം നേടുകയും ചെയ്തു. തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴ ജില്ലയിൽ CPM 6 സീറ്റും CPI-യും NCPയും ഓരോ സീറ്റുമാണ് നേടിയത്. 2019-ൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴ ജില്ലയിലെ അരൂർ നിയമസഭാ മണ്ഡലത്തിലെ MLA ആയിരുന്ന MA ആരിഫ് ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും മത്സരിക്കുകയും വിജയിക്കുകയും ചെയ്തിരുന്നു. ഇതിനെ തുടർന്ന് 2019-ൽ അരൂർ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ മണ്ഡലം UDF പിടിച്ചെടുത്തു. UDFിലെ ഷാനിമോൾ ഉസ്മാൻ ആയിരുന്നു അന്ന് മണ്ഡലത്തിൽ നിന്നും വിജയിച്ചത്. അരൂർ നിയമസഭാ മണ്ഡലം ഉപതെരഞ്ഞെടുപ്പിലൂടെ പിടിച്ചെടുത്തതിനെ തുടർന്ന് UDFിന് ആത്മവിശ്വാസം വർദ്ധിക്കുകയും അതിൻ്റെ പിൻബലത്തിലാണ് 2021-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF ആലപ്പുഴയിൽ മത്സരിക്കാൻ ഇറങ്ങുകയും ചെയ്തത്. എന്നാൽ ഉപതെരഞ്ഞെടുപ്പിലൂടെ പിടിച്ചെടുത്ത അരൂർ മണ്ഡലം ഉൾപ്പെടെ UDFിന് നഷ്ടപ്പെടുകയായിരുന്നു. ഇക്കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലും UDFിനെ തകർത്ത് തരിപ്പണമാക്കിയ ആലപ്പുഴ ജില്ലയെ അതുകൊണ്ട് തന്നെ UDF ഇപ്പോൾ ഭയക്കുന്നു എന്ന് പറഞ്ഞാൽ അതിലൊട്ടും അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. 2016-ൽ UDFിനെ സംബന്ധിച്ച് വിജയിക്കാൻ വളരെയേറെ സാധ്യതയുണ്ടായിരുന്ന ഒരു ജില്ലയായിരുന്നു ആലപ്പുഴ. അതുപോലെ തന്നെ 2021-ലെ കാര്യമെടുത്താൽ ജനകീയരായ 3 മന്ത്രിമാർ ജില്ലയിൽ മത്സരിച്ചില്ലെങ്കിലും അവരുടെ ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ വിജയം സ്വന്തമാക്കാൻ LDFിന് കഴിഞ്ഞു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തായാലും ഇത്തവണയും കഴിഞ്ഞ വർഷങ്ങൾ ആവർത്തിക്കുമെന്നുള്ള കണക്ക് കൂട്ടലോടെ തന്നെയാണ് LDF ആലപ്പുഴയിൽ മത്സരത്തിനിറങ്ങുന്നത്. നിലവിൽ ആലപ്പുഴ ജില്ലയിലെ 9 നിയമസഭാ മണ്ഡലങ്ങളിൽ LDF സ്ഥാനാർത്ഥികളായി ആരൊക്കെ മത്സരിക്കാനുള്ള സാധ്യത എന്നുള്ള കാര്യം നമുക്കൊന്ന് പരിശോധിക്കാം. ആദ്യമായി അരൂർ നിയമസഭാ മണ്ഡലം. 2019-ൽ ഷാനിമോൾ ഉസ്മാൻ ഉപതെരഞ്ഞെടുപ്പിലൂടെ പിടിച്ചെടുത്ത അരൂർ നിയമസഭാ മണ്ഡലം കഴിഞ്ഞ തവണ, അതായത് 2021-ൽ CPM സ്ഥാനാർത്ഥി ദലീമ ജോജോയിലൂടെ ഇടതുപക്ഷം സ്വന്തമാക്കുകയായിരുന്നു. അത് മികച്ച ഭൂരിപക്ഷത്തിൽ. ഷാനിമോൾ ഉസ്മാനെതിരെ 7013 വോട്ടുകൾക്കാണ് ദലീമ വിജയിച്ചത്. അരൂരിനെ സംബന്ധിച്ച് ഒരു ഇടതുപക്ഷ അനുകൂല മനോഭാവം കാണിക്കുന്ന മണ്ഡലമാണ്. 1967-ൽ CPM-ന് വേണ്ടി ഗൗരിയമ്മ മത്സരിച്ച് തുടങ്ങിവച്ച വിജയം പിന്നീട് 1991 വരെ ഇടതുപക്ഷ മണ്ഡലമായി തന്നെ തുടർന്നു. 1970-ൽ ഗൗരിയമ്മ മണ്ഡലത്തിൽ വിജയിച്ചപ്പോൾ 77-ൽ CPI സ്ഥാനാർത്ഥി PS ശ്രീനിവാസൻ മത്സരിച്ച് വിജയിച്ചു. 1980 മുതൽ 2001 വരെ തുടർച്ചയായി 6 തെരഞ്ഞെടുപ്പുകളിൽ പിന്നീട് വിജയിച്ചത് ഗൗരിയമ്മയായിരുന്നു. ഈ വിജയത്തിനൊരു പ്രത്യേകത കൂടി ഉണ്ടായിരുന്നു. ഗൗരിയമ്മ 1980 മുതൽ 1991 വരെ മത്സരിച്ചത് CPM-ന് വേണ്ടിയും 1996-ലും 2001-ലും മണ്ഡലത്തിൽ മത്സരിച്ചത് JSSന് വേണ്ടിയുമായിരുന്നു. കഴിഞ്ഞ തവണ ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായ ദലീമയെ സ്ഥാനാർത്ഥിയാക്കിയതിലൂടെ മികച്ച വിജയം തന്നെ CPM-ന് സ്വന്തമാക്കാൻ കഴിഞ്ഞു. നിലവിൽ 3 പേരുടെ പേരുകളാണ് സ്ഥാനാർത്ഥി പട്ടികയിൽ ഇപ്പോൾ ഇടം പിടിച്ചിരിക്കുന്നത്. CPM സ്ഥാനാർത്ഥി സാധ്യതാ പട്ടികയിൽ പേരുൾപ്പെട്ടിരിക്കുന്ന ആദ്യ പേര് നിലവിലെ MLA ദലീമ ജോജോയുടെ തന്നെയാണ്. അതേസമയം രണ്ടാം പേരായി അരൂർ നിയമസഭാ മണ്ഡലത്തിലെ മുൻ MLA-യും ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിലെ മുൻ MP-യുമായ AM ആരിഫിൻ്റെ പേരാണ് ഉയർന്നു വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ആലപ്പുഴ ജില്ലയിലെ ഏറ്റവും ജനകീയ മുഖമായ മുൻ സാമ്പത്തിക വകുപ്പ് മന്ത്രി ഡോക്ടർ TM തോമസ് ഐസക്കിൻ്റെ പേരും അരൂർ നിയമസഭാ മണ്ഡലത്തിലെ CPM സ്ഥാനാർത്ഥികളുടെ സാധ്യതാ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. വലിയ അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ലെങ്കിൽ നിലവിലെ MLA ആയ ദലീമയ്ക്ക് തന്നെ മണ്ഡലത്തിൽ വീണ്ടും മത്സരിക്കുവാനുള്ള സാഹചര്യം ഒരുങ്ങുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ആലപ്പുഴ ജില്ലയിലെ 2ാം മണ്ഡലമായ ചേർത്തല നിയമസഭാ മണ്ഡലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ CPI മത്സരിക്കുന്ന മണ്ഡലമാണ്. നിലവിലെ മന്ത്രിസഭയിലെ മന്ത്രിയായ P പ്രസാദാണ് മണ്ഡലത്തിലെ MLA. 2021-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പാർട്ടിയിലെ അഡ്വക്കേറ്റ് ശരത്തിനെ 6148 വോട്ടുകൾക്കാണ് P പ്രസാദ് പരാജയപ്പെടുത്തിയത്.
2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലും മണ്ഡലത്തിൽ പി പ്രസാദ് തന്നെ മത്സരിക്കുമെന്നുള്ള വിവരങ്ങൾ തന്നെയാണ് പുറത്തുവരുന്നത്. നിലവിൽ സ്ഥാനാർത്ഥി മാറേണ്ട സാഹചര്യമില്ലെന്നും മാത്രമല്ല മന്ത്രി എന്ന നിലയിൽ പ്രസാദിന്റെ പ്രവർത്തനങ്ങൾ ജനകീയമാണെന്നും LDFിൽ വിലയിരുത്തലുകളുണ്ട്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചേർത്തല മണ്ഡലത്തിൽ നിന്നും പി പ്രസാദ് തന്നെ CPI സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്ന് തന്നെ ഏകദേശം ഉറപ്പായിരിക്കുകയാണ്. ആലപ്പുഴ ജില്ലയിലെ ആലപ്പുഴ നിയമസഭാ മണ്ഡലം കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു മണ്ഡലമാണ്. TV തോമസും റോസമ്മ പുന്നൂസും PK വാസുദേവൻ നായരും ഒക്കെ മത്സരിച്ച് വിജയിച്ച മണ്ഡലമെന്നും തൊഴിലാളി പ്രസ്ഥാനങ്ങളോട് ചേർന്ന് നിൽക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇടത് ചായവുണ്ടെന്ന് പറയുമ്പോഴും ഇടത് വലത് മുന്നണികളെ മാറി മാറി മണ്ഡലം ജയിപ്പിച്ചിട്ടുമുണ്ട്. TV തോമസും PK വാസുദേവൻ നായരും റോസമ്മ പുന്നൂസും അടക്കമുള്ള വലിയ നേതാക്കൾ ജയിച്ചിട്ടുള്ളതുപോലെ TVയും PKVയും അടക്കം ഇവിടെ തോറ്റിട്ടുമുണ്ട്. 2004 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും LDF ടിക്കറ്റിൽ മത്സരിച്ച് VM സുധീറിനെ വീഴ്ത്തുകയും ഇപ്പോൾ കോൺഗ്രസ് അംഗവുമായ ഡോക്ടർ KS മനോജിനെ തോൽപ്പിച്ചുകൊണ്ട് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM നേതാവ് ചിത്തരഞ്ജൻ മണ്ഡലത്തിലെ MLA ആയി. എന്തായാലും 2026 ആലപ്പുഴയിൽ CPM സ്ഥാനാർത്ഥിക്ക് മാറ്റമില്ലെന്ന് തന്നെയാണ് വ്യക്തമാവുന്നത്. നിലവിൽ ആലപ്പുഴയിലെ MLA ആയ PP ചിത്തരഞ്ജൻ തന്നെ 2026 ആലപ്പുഴ നിയമസഭാ മണ്ഡലത്തിൽ നിന്നും CPM സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്ന വിവരങ്ങൾ തന്നെയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. അമ്പലപ്പുഴ നിയമസഭാ മണ്ഡലത്തിലേക്ക് വന്നാൽ കഴിഞ്ഞ തവണ ശക്തമായ മത്സരം നടക്കുമെന്ന് പ്രതീക്ഷിച്ച ഇടമാണിവിടം. CPM സ്ഥാനാർത്ഥിയായി H സലാമും കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി M ലിജുവും മത്സരിച്ച ഇടം. 2016 ഒന്നാം പിണറായി മന്ത്രിസഭയിൽ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിരുന്ന G സുധാകരൻ ഒഴിഞ്ഞ മണ്ഡലമാണ് അമ്പലപ്പുഴ. G സുധാകരൻ്റെ പിൻഗാമിയായി എത്തിയത് CPM നേതാവ് H സലാമും. ജനകീയനായ വ്യക്തി എന്ന നിലയിൽ മണ്ഡലത്തിലെ ജനങ്ങൾക്ക് സർവ്വസമ്മതനായിരുന്നു സലാം. G സുധാകരൻ മത്സരിക്കാത്ത സാഹചര്യത്തിൽ മണ്ഡലം പിടിച്ചെടുക്കാമെന്ന ഉദ്ദേശത്തോടെ തന്നെയാണ് കോൺഗ്രസ് M ലിജുവിനെ ഇറക്കി കളിച്ചത്. എന്നാൽ G സുധാകരൻ്റെ അനുഗ്രഹത്തോടെ മത്സരിക്കാനെത്തിയ സലാമിന് മുന്നിൽ M ലിജു നിഷ്പ്രഭമാവുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അമ്പലപ്പുഴ നിയമസഭാ മണ്ഡലത്തിൽ CPM സ്ഥാനാർത്ഥിയായി മറ്റൊരു പേര് വരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മണ്ഡലത്തിലെ ജനങ്ങൾക്കുമേൽ സ്വാധീനമുള്ള സലാം തന്നെ CPM സ്ഥാനാർത്ഥിയായി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും മത്സരിക്കാൻ ഉണ്ടാകുമെന്ന് തന്നെയാണ് സൂചനകൾ പറയുന്നത്. ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട് നിയമസഭാ നിയോജക മണ്ഡലത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നിലവിൽ ഈ സീറ്റ് LDF നൽകിയിരിക്കുന്നത് NCPക്കാണ്. എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ NCPയിൽ നിലനിൽക്കുന്ന ചില ആഭ്യന്തര പ്രശ്നങ്ങളുണ്ട്. മാത്രമല്ല നിയമസഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് NCP പാർട്ടി ചിലപ്പോൾ പിളർന്നേക്കുമെന്നുള്ള സൂചനകളും പുറത്തു വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കുട്ടനാട് നിയമസഭാ സീറ്റ് ഇത്തവണ CPM ഏറ്റെടുത്തേക്കാവുന്ന ചില സ്ഥിതിവിശേഷങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം. അത്തരമൊരു സാഹചര്യം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ കുട്ടനാട് നിയമസഭാ സീറ്റിൻ്റെ കാര്യത്തിൽ NCPയും ഇപ്പോൾ ആശങ്കാകുലരാണ്. മുന്നണി ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ CPM കുട്ടനാട് നിയമസഭാ സീറ്റ് ഏറ്റെടുക്കുമോ ഇല്ലയോ എന്ന് വ്യക്തമായതിനു ശേഷം മാത്രമേ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഒരു തീരുമാനം ഉണ്ടാവുകയുള്ളൂ. ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് സീറ്റിനെക്കുറിച്ച് കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. നിലവിൽ ജില്ലയിൽ UDFിൻ്റെ കയ്യിലുള്ള ഒരേ ഒരു സീറ്റാണ് ഹരിപ്പാട്. 2016 അധികാരമേറ്റ പിണറായി മന്ത്രിസഭയിലെ പ്രതിപക്ഷ നേതാവായ രമേശ് ചെന്നിത്തലയാണ് ഹരിപ്പാട് നിയമസഭാ സീറ്റിലെ MLA. LDFിൽ ഹരിപ്പാട് നിയമസഭാ സീറ്റ് CPIക്കാണ് നൽകിയിരിക്കുന്നത്. 2016 ഈ സീറ്റിൽ മത്സരിച്ചത് ഇപ്പോഴത്തെ സംസ്ഥാന മന്ത്രിയായ P പ്രസാദ് ആയിരുന്നു. അന്ന് 18,621 വോട്ടുകൾക്കാണ് ചെന്നിത്തല പ്രസാദിനെ തോൽപ്പിച്ചത്. 2021 ഹരിപ്പാട് മണ്ഡലത്തിൽ ചെന്നിത്തലയ്ക്ക് മത്സരിക്കേണ്ടി വന്നത് CPI നേതാവായ R സജിലാലിനോടായിരുന്നു. എന്നാൽ ചെന്നിത്തലയുടെ ഭൂരിപക്ഷം കുത്തനെ കുറയുന്ന കാഴ്ചയാണ് 2021 കാണാൻ കഴിഞ്ഞത്. അന്ന് 13,666 വോട്ടുകളാണ് ഭൂരിപക്ഷമായി ലഭിച്ചത്. വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴ ജില്ലാ പഞ്ചായത്തിൽ വയലാർ ഡിവിഷനിൽ നിന്നും മത്സരിച്ച് വിജയിച്ച NS ശിവപ്രസാദ് സ്ഥാനാർത്ഥിയാകുമെന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ശിവപ്രസാദിൻ്റെ ജനകീയത രമേശ് ചെന്നിത്തലയുടെ ഭൂരിപക്ഷം മറികടക്കാനാകുമെന്നുള്ള കണക്ക് കൂട്ടലിലാണ് CPIയും. ഇത്തവണ CPMനെ വലിയ രീതിയിൽ പ്രതിസന്ധിയിൽ നിർത്തുന്ന ഒരു മണ്ഡലമാണ് കായംകുളം. 2016 2021 പ്രതിഭ നല്ല ഭൂരിപക്ഷത്തിൽ വിജയിച്ച മണ്ഡലം കൂടിയാണ് കായംകുളം. എന്നാൽ ഇത്തവണ പ്രതിഭ മത്സരരംഗത്ത് ഉണ്ടാകില്ലെന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. വ്യക്തിപരമായ ചില വിഷയങ്ങൾ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഇത്തവണ മത്സരരംഗത്തു നിന്നും മാറി നിൽക്കാനാണ് പ്രതിഭയുടെ ശ്രമം. ഇക്കാര്യം പ്രതിഭ CPM ജില്ലാ കമ്മിറ്റിയെ അറിയിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കായംകുളം മണ്ഡലത്തിലേക്ക് പുതിയൊരു സ്ഥാനാർത്ഥിയെ കണ്ടെത്തേണ്ട ബാധ്യത CPMനുണ്ട്. നിലവിൽ സ്ഥാനാർത്ഥി സാധ്യതാ പട്ടികയിൽ 2 പേരാണ് ഉൾപ്പെട്ടിരിക്കുന്നത്.
മുൻപ് സ്ത്രീ പ്രാതിനിധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ വനിതാ സംവരണം അടയാളപ്പെടുത്തി CPM നൽകിയ മണ്ഡലമായിരുന്നു കായംകുളം. അതുകൊണ്ട് തന്നെ ഇത്തവണ പ്രതിഭയ്ക്ക് പകരം മണ്ഡലത്തിൽ മത്സരിക്കാനുള്ള സാധ്യത പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്ന 2 പേരിൽ ഒരാൾ വനിതയാണ്. ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് മാരാരിക്കുളം ഡിവിഷനിൽ നിന്നും ജനപ്രതിനിധിയാവുകയും നിലവിൽ ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമായ KG രാജേശ്വരിയാണ് കായംകുളം നിയമസഭാ മണ്ഡലത്തിൽ ഇത്തവണ മത്സരിക്കാനെത്തുക എന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. അതോടൊപ്പം മുൻ സംസ്ഥാന ധനവകുപ്പ് മന്ത്രിയായ തോമസ് ഐസക്കിൻ്റെ പേരും പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. ഈ 2 പേരിൽ ഒരാൾ കായംകുളം നിയമസഭാ മണ്ഡലത്തിൽ CPM സ്ഥാനാർത്ഥിയായി എത്തും എന്നാണ് നിലവിൽ സൂചനകൾ വ്യക്തമാക്കുന്നത്. ആലപ്പുഴ ജില്ലയിലെ ഒരേ ഒരു സംവരണ മണ്ഡലമാണ് മാവേലിക്കര. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മാവേലിക്കര നിയമസഭാ സീറ്റിൽ നിന്നും മത്സരിച്ച് വിജയിച്ചത് MS അരുൺകുമാറാണ്. വൻ ഭൂരിപക്ഷത്തിലാണ് അരുൺകുമാർ അന്ന് കോൺഗ്രസ് സ്ഥാനാർത്ഥിയും ഇന്ന് CPM നേതാവുമായ KK ഷാജുവിനെ തോൽപ്പിച്ചത്. 24,717 വോട്ടുകൾക്കാണ് അന്ന് അരുൺകുമാർ വിജയിച്ചത്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലും അരുൺകുമാർ തന്നെയായിരിക്കും മാവേലിക്കരയിലെ CPM സ്ഥാനാർത്ഥിയായി എത്തുക എന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. മറ്റൊരു പേരിൻ്റെ സാധ്യതയില്ലാത്തതിനാൽ അരുൺകുമാർ എന്ന ഒറ്റ പേരിൽ മാത്രം മാവേലിക്കര മണ്ഡലം തയ്യാറെടുപ്പുകൾ ആരംഭിച്ചിട്ടുണ്ട്. ചെങ്ങന്നൂർ മണ്ഡലത്തിലേക്ക് വന്നാൽ 2016 K രാമചന്ദ്രൻ നായർ 7,983 വോട്ടുകൾക്ക് വിജയിച്ച ഇടമാണ് ഈ മണ്ഡലം. എന്നാൽ അദ്ദേഹത്തിൻ്റെ മരണത്തെ തുടർന്ന് 2018 മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയും CPM സ്ഥാനാർത്ഥിയായി സജി ചെറിയാൻ മത്സരിക്കുകയുമായിരുന്നു. 20,986 വോട്ടുകൾക്കാണ് ഉപതെരഞ്ഞെടുപ്പിൽ സജി ചെറിയാൻ വിജയിച്ചത്. 2021 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും സജി ചെറിയാൻ തന്നെയായിരുന്നു ചെങ്ങന്നൂർ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി എത്തിയത്. 32,093 വോട്ടുകളുടെ വൻ ഭൂരിപക്ഷത്തിലാണ് സജി ചെറിയാൻ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ M മുരളിയെ അന്ന് തോൽപ്പിച്ചത്. 2026 നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ചെങ്ങന്നൂർ മണ്ഡലത്തിൽ സജി ചെറിയാൻ തന്നെയായിരിക്കും സ്ഥാനാർത്ഥി എന്നാണ് സൂചനകൾ പുറത്തുവരുന്നത്. സജി ചെറിയാൻ എന്ന വ്യക്തിയുടെ ജനകീയത ചെങ്ങന്നൂർ മണ്ഡലത്തിന് പരിചിതമായത് കൊണ്ട് തന്നെ മറ്റൊരു സ്ഥാനാർത്ഥിയെപ്പറ്റി CPM ഇപ്പോൾ ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കഴിഞ്ഞ തവണ ആലപ്പുഴ മണ്ഡലം LDFന് നൽകിയത് 9-ൽ 8 സീറ്റുകളാണ്. ഇടതുപക്ഷത്തിന് എന്നും വേരോട്ടമുള്ള ആലപ്പുഴ ജില്ലയിൽ CPM നേതൃത്വം നൽകുന്ന ഇടതുപക്ഷത്തിൻ്റെ സ്വപ്ന തുല്യമായ പ്രകടനമാണ് 2021 2016 നടന്നത്. അതേ പ്രകടനം ഇത്തവണയും, അതായത് 2026 ആവർത്തിക്കണമെന്ന ലക്ഷ്യത്തോടെ തന്നെയാണ് ഇടതുപക്ഷം മുന്നോട്ട് പോകുന്നത്. ആലപ്പുഴ ജില്ലയെ സംബന്ധിച്ച് കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ മിക്കവരും പുതുമുഖങ്ങൾ ആയിരിക്കുമെന്നുള്ള കാര്യം ഉറപ്പായി കഴിഞ്ഞു. എന്നാൽ CPM അത്തരത്തിലൊരു പരീക്ഷണത്തിന് നിൽക്കുന്നില്ല. തുടർഭരണത്തിനു വേണ്ടി ഇടതുപക്ഷവും ഭരണം പിടിച്ചെടുക്കാൻ UDFും ഒരുങ്ങിയിറങ്ങുമ്പോൾ സംസ്ഥാനത്തെ പ്രധാന ജില്ലയായ ആലപ്പുഴയിൽ വാശിയേറിയ മത്സരം തന്നെ പ്രതീക്ഷിക്കാം എന്നുള്ളതാണ് സത്യം.